കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. BMTC 131 BSc മൾട്ടി ഡിസിപ്ലിനറി ലേണേഴ്സിനും അതുപോലെ തന്നെ BSc മാത്സ് ലേണേഴ്സും കൊറിയർ പ്രോഗ്രാം ചൂസ് ചെയ്ത രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാർക്കുള്ള ഒരു പേപ്പർ ആണത്. നിങ്ങൾക്കറിയാം, കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു പേപ്പറിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൽ നോക്കുന്നത്, ഈ ഒരു ഡോക്യുമെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ ഹോൾ സിലബസിനെ, കാൽക്കുലസിന്റെ ഹോൾ സിലബസിനെ നമ്മൾ ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ ബ്ലോക്കിൽ നിന്നും എത്രയൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു അനാലിസിസ് ആയിരിക്കും സിലബസ് മാപ്പിംഗിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സിലബസിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. നെക്സ്റ്റ് വിൽ ഗോ ഫോർ എക്സാം പാറ്റേൺ അനാലിസിസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, എത്ര മാർക്കൊക്കെയാണ് അതിന് ചോദിക്കുന്നത്, ഇന്റേണൽ ആയിട്ടുള്ള ചോയ്സസ് ഉണ്ടോ, എക്സ്റ്റേണൽ ചോയ്സസ് ആണോ ഉള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എക്സാം പാറ്റേൺ അനാലിസിസിൽ നമ്മൾ നോക്കുന്നുണ്ടാവുക. Then we'll go for recurring questions review, topic probability and predictions, mock predictive paper and model answers and marking scheme. അപ്പൊ recurring questions reviewല് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവുക. Then topic probability and prediction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരത്തെ നമ്മുടെ അനാലിസിസിന്റെ ഒരു പരിണിത ഫലമായിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ടോപ്പിക്സ് ആണ്, ഏതൊക്കെയാണ് അതിൽ നമുക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ട് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷനിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. വിൽ ഗോ ഫോർ എ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ. അതായത് നമ്മളൊരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു പ്രിഡിക്റ്റീവ് പേപ്പർ അറ്റ് ലാസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം ഈ ഒരു ഡോക്യുമെന്റിൽ ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആപ്പിനകത്ത് നിങ്ങൾ നോക്കിയാൽ അതിന്റെ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും ഉണ്ടാവും. ഓക്കെ, ഈ മെത്തഡോളജി ഇങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ്ലി അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതെല്ലാം കൂടെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ മെഷീൻ ലേണിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് മെത്തഡോളജി കോൾ ഔട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് കുറച്ചും കൂടെ നിങ്ങൾക്കൊരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി അത് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ സിലബസ് മാപ്പിംഗിലേക്ക് കടക്കാണ്. ആദ്യം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഫസ്റ്റ് കാണുന്നത് ബ്ലോക്ക് ആണ്, പിന്നെ അതിലെ യൂണിറ്റ് ആണ്, പിന്നെ ഏത് ടോപ്പിക് ആണ്, എത്ര തവണ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. റെലവൻസ് നമ്മുടെ ഒരു ചാർട്ട് അനുസരിച്ചിട്ടുള്ള റെലവൻസ് റേറ്റ് ആണ് വരുന്നത്. നിങ്ങൾ റെലവൻസ് നോക്കിയില്ല എന്നുണ്ടെങ്കിലും ഗോ ഫോർ ദ അപ്പിയറൻസസ്, എത്ര തവണ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ നോക്കൂ, ബ്ലോക്ക് 1 പ്രിലിമിനറീസ്, അതായത് സെറ്റ് ആൻഡ് ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഗ്രാഫ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്നതില് ഡൊമെയിൻ ആൻഡ് റേഞ്ച്, ഫംഗ്ഷൻ ടൈപ്സ്, ഇൻവേഴ്സ് ആൻഡ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്, ബേസിക് ഗ്രാഫ്സ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻസ്, അതുപോലെ തന്നെ ഇന്റർവൽസ്, ഇനിക്വാലിറ്റി, അബ്സല്യൂട്ട് വാല്യൂ എന്നൊക്കെ പറയുന്ന ടോപ്പിക്സ് കൂടുതൽ തവണ 6 തവണ 5 തവണ 4 തവണ 5 തവണയൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ബ്ലോക്കിലെ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിലെ ഈ പെർട്ടിക്കുലർ ടോപ്പിക്സ് ഒക്കെയാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. മൂവിങ് ഓൺ ടു ഫർദർ, നമ്മൾ കൂടുതലായിട്ട് പോകുമ്പോഴത്തേക്കും ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നതിൽ 13 പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് ഓൾജിബ്രൈക് ആൻഡ് ട്രിഗ്നോമെട്രിക് ലിമിറ്റ്സ് ആണ്. ലിമിറ്റ്സ്, നമ്മുടെ കണ്ടിന്യൂറ്റി എന്നൊക്കെ പറയുന്നതിൽ ട്രിഗ്നോമെട്രിക് ലിമിറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മീഡിയം റെലവൻസിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്ലോക്ക് 3 ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നതിൽ പ്രൊഡക്റ്റ്, കോഷ്യൻ, ചെയിൻ റൂൾസ്. ഡിഫറൻസിയേഷന്റെ എല്ലാ ടൈപ്പും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ പ്രൊഡക്റ്റ് റൂള്, കോഎഫിഷ്യന്റ്, ചെയിൻ റൂൾ ഒക്കെയാണ് ചോദിക്കുന്നത്. കാരണം അതിൽ തന്നെ ബാക്കിയുള്ളതിന്റെ ഒക്കെ ഒരു എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ്ങും അതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ബ്ലോക്ക് 3 ഡിഫറൻസിയേഷനിൽ വരുമ്പോഴും ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ആൻഡ് ഹയർ ഓർഡർ എന്ന് പറയുന്നതിൽ ഒരു മീഡിയം റെലവൻസ് ആണ് ഉള്ളത്.
പിന്നെ നമ്മൾ ബ്ലോക്ക് 4ലേക്ക് എടുക്കുമ്പോഴത്തേക്കും ബ്ലോക്ക് 4 അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റും പിന്നെ MBTയുടെ അപ്ലിക്കേഷൻസും ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2 ഏരിയയാണ്. 12, 10 തവണയൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ടാൻജൻസ് ആൻഡ് നോർമൽസും കർവ് സ്കെച്ചിങ്ങും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബ്ലോക്ക് 5 നോർമൽ ഇന്റഗ്രേഷനിൽ വരുമ്പോൾ ഇന്റഗ്രേഷൻ ബൈ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ തന്നെ മിക്സ്ഡ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇന്റഗ്രേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ അറിയാത്ത ഒരാൾക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാനായിട്ട് പറ്റില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പ്ലസ് 2 മിക്കവാറും പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതിന്റെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിരിക്കും. പിന്നെ ഡെഫിനറ്റ് ഇന്റഗ്രൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഏരിയാസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കും കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്റഗ്രേഷൻ, അത് കഴിഞ്ഞ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, പിന്നെ ഡിഫറൻസിയേഷൻ, പിന്നെ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി, അത് കഴിഞ്ഞിട്ട് പ്രിലിമിനറീസ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കേണ്ടത് എന്താണ്? ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അതിന്റെ അപ്ലിക്കേഷൻ, പിന്നെ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റിയും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. പ്രിലിമിനറീസും കൂടെ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ മാർക്സ് ഈ ഒരു കാൽക്കുലസ് എന്ന് പറഞ്ഞ പേപ്പറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ BScM ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും BSc FMT ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പെർട്ടിക്കുലർ പേപ്പർ നിങ്ങളുടെ കോർ പേപ്പർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അത്രയും ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. കാൽക്കുലസ് അറിയാതെ ഫർദറിലേക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പും എടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഹീറ്റ് മാപ്പ് ആണ്. ഹീറ്റ് മാപ്പ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഡാർക്കർ കളർ ഷോ ചെയ്യുന്നത് കുറച്ചും കൂടെ അപ്പിയറൻസ് കൂടുതലുള്ളതിനാണ്. ലൈറ്റർ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കണ്ട് ഇത് വരാത്തതാണ് ലൈറ്റർ കളേഴ്സിൽ വരുന്നത്. അതായത് നിങ്ങൾക്ക് കാണാൻ പാകത്തിനുള്ളത്. ഇപ്പൊ ഈ യെല്ലോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് വിസിബിൾ ആണ്. സോ ഇറ്റ് ഇസ് 14. അതായത് ബ്ലോക്ക് 3 ഡിഫറൻസിയേഷനിലെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഹീറ്റ് മാപ്പ് ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്, മനസ്സിലായില്ലെങ്കിൽ മറ്റേത് നോക്കിയാലും മതി. ഓക്കെ, ഇനി ഹൈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്? കൺസെപ്ച്വൽ ആയിട്ടുള്ള ലിമിറ്റ്സ്, അതിന്റെ ഫ്രീക്വൻസി ആയിട്ട് അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടേഷണൽ ആയിട്ട് വരുമ്പോഴത്തേക്കും ഡെറിവേറ്റീവിന്റെ റൂൾസ്, പ്രോബ്ലംസ് ആണ് കേട്ടോ കൂടുതൽ ആ ഒരു സെഷനിൽ നിന്നൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്, MCQ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ട്രൂ ഓർ ഫോൾസ് എന്നൊക്കെ പറയുന്നത് 1 to 2 മാർക്സ് ആണ്. ഒരു 10-25 വേർഡ്സ് ഒക്കെ മതി. വേർഡ്സിനേക്കാളും ആ ഒരു ഡെഫിനിഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനത്തെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി വെരി ഷോർട്ട് ന്യൂമറിക്കൽ സെഷൻസ് എന്ന് പറയുമ്പോൾ 2 to 3 മാർക്സിന്റെ ആണ്. 2-3 ലൈൻസ് ഒക്കെ മതി അതിന് സ്പെസിഫൈ ചെയ്യാനായിട്ട്. ഇനി ഷോർട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണെങ്കിൽ അതിന് ഒരു 4-5 മാർക്സ് ആണ് വരുന്നത്. ലൈൻസ് നിങ്ങൾ വിട്ടേക്കും. നിങ്ങൾ 3 to 4 സ്റ്റെപ്സ് എഴുതുന്നതിലല്ല, ആൻസർ കണ്ടുപിടിക്കുന്നത് വരെ നിങ്ങൾക്ക് കുറച്ച് ലെങ്തിയർ സ്റ്റെപ്സ് എഴുതിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഡയറക്റ്റ് കാണപ്പണം പഠിച്ചതുപോലെ ആൻസേഴ്സ് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് എഴുതാതിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇതിലെന്താ കൺസെപ്ച്വൽ ആയിട്ട് ചോദിക്കാൻ ചാൻസസ് ഉള്ളത്? അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡെറിവേറ്റീവ് തന്നെ ഇതിന്റെ ഫിസിക്കൽ മീനിങ് എന്താണ്, അങ്ങനത്തെ രീതിയിലൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ തിയറംസ് ആണ്. തിയറംസ്, അതിന്റെ വേരിഫിക്കേഷൻസ്, അതും ഒരു കുഞ്ഞു കുഞ്ഞു എസ്സേ പോലെയൊക്കെ ചോദിക്കാൻ ആൻസർ ഉള്ളതാണ്. ലോങ് ആൻസർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, ഗ്രാഫ് സ്കെച്ച് ചെയ്യാനുണ്ടാവും, ഡെറിവേഷൻസ് ഉണ്ടാവും. ഏതൊക്കെ ഏരിയസിലാണ് ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ബ്ലോക്ക് 5 നിന്നാണ്. പിന്നെ ബ്ലോക്ക് 4, അത് കഴിഞ്ഞ് ബ്ലോക്ക് 3, ബ്ലോക്ക് 2, ഏറ്റവും ലാസ്റ്റ് ആണ് ബ്ലോക്ക് 1. അപ്പൊ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ബ്ലോക്സ് ഏതൊക്കെയാണ്? 5, 4 and 3, 2. അങ്ങനെയാണ് ഈ 5, 4, 3, 2, 1 എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ടെൻഡൻസി എന്താണ്? ആദ്യത്തെ പോർഷൻ ഒക്കെ പഠിച്ചിട്ട് ലാസ്റ്റ് ബ്ലോക്ക് വിട്ടുകളയും. അതെന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാം. ഇപ്പൊ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കുറച്ചും കൂടെ ലിബറൽ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. കാരണം എല്ലാ ഏരിയയിലും വരട്ടെ എന്നുള്ളൊരു രീതിയിൽ. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്ത ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിനെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും.
കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഓക്കെ, ഇതൊരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ്. അതായത് ഇപ്പൊ ലോങ് ന്യൂമറിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡിക്ലൈനിങ് ട്രെൻഡ് ആണ്. ഷോർട്ട് ന്യൂമറിക്കൽസിന് ഒരു ഇൻക്ലിനേഷൻ ആണ്, കുറച്ചൊന്ന് ഇംപ്രൂവ് ആവുന്നുണ്ട്. പിന്നെ കൺസെപ്ഷ്യൽ ചെക്സിനും ഒരു ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട്. അങ്ങനെയാണ് അതിന്റെ ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. ഓക്കെ, ആ ഒരു ഷിഫ്റ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. ഒരു 3 hour പേപ്പർ ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് എന്തിനാണ്? ലോങ് ന്യൂമറിക്കൽസിനാണ്. നിങ്ങൾ എഴുതി വരാനായിട്ട് സമയം പിടിക്കും. ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ലീവ് ഇറ്റ് ദെൻ ആൻഡ് ദെയർ, ഗോ ഫോർ ദി ഷോർട്ട് ന്യൂമറിക്കൽസ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് എഴുതാനായിട്ട് പറ്റും. എന്നിട്ടൊരു 10-15 മിനിറ്റോളം നിങ്ങൾ കുറച്ച് ബഫർ ടൈം കൊടുക്കണം. നിർബന്ധമായിട്ട് ഒരു ബഫർ ടൈം കൊടുക്കണം. ബഫർ ടൈം കൊടുക്കേണ്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമുള്ള പേപ്പർ ഒന്നും കൂടെ പഠിച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒന്നും കൂടെ കംപ്ലീറ്റ് എഴുതി തീർക്കാൻ വേണ്ടിയിട്ടും ഈ ബഫർ ടൈം നിങ്ങളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും പ്രിജുഡിസ്റ്റിക് ആയിട്ട് ആ ക്വസ്റ്റ്യനെ കാണാതിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ ചെയ്തിരിക്കുന്നത് കോസ്റ്റീറ്റ് വെച്ചിട്ടായിരിക്കും, ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ BA കോസ്റ്റീറ്റ് ആയിരിക്കും. അപ്പൊ ഇത് സെയിം അല്ലേ, ഇതങ്ങ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചാടിക്കറി ചെയ്യരുത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യാനായിട്ട് നോക്കാം. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ലിമിറ്റ് തന്നിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു 1 - cos x / x² എന്ന് പറയുന്നത് ടെസ്റ്റ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഓഫ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന്റെ ഡിഫറൻഷ്യബിലിറ്റി ചോദിക്കുന്നുണ്ട്. പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ e⁻x sin x പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ MVT മീൻ വാല്യൂ തിയറം യൂസ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷനെ ലേബൽ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇക്വേഷൻസ് ഓൺ ദ കർവ് y = x³ അറ്റ് എ പെർട്ടിക്കുലർ ഗിവൺ പോയിന്റ്, അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് e⁻x dx എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. UdV ചെയ്തിട്ട് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് അങ്ങനെ വെച്ചിട്ടോ അല്ലെങ്കിൽ UdV വെച്ചിട്ടോ നിങ്ങൾക്ക് ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. പിന്നെ അടുത്തതും ഒരു ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻ ആണ്, x/x² + 1 സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ ഡീകമ്പോസിഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ sin x / 1 + cos x എന്ന് പറയുന്ന ആ ഒരു ഇത്, അതിന്റെ പ്രോബബിലിറ്റിയും എത്ര ആവറേജ് മാർക്ക് അതിന് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ടാബുലർ ഫോമിൽ കൊടുത്തിരിക്കുന്നതാണ് ഇത്. അത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 35% ഉള്ളൂ. അതർ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഈ അതർ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോബ്ലം ബേസ്ഡ് പേപ്പർ അല്ലേ, ന്യൂമറിക്കൽസ് അല്ലേ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ന്യൂമറിക്കൽസ് കൂടുതലായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ന്യൂമറിക്കൽ തന്നെ ചോദിക്കില്ലല്ലോ. അപ്പൊ ടെർമിനൽ എൻഡിലെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. അതർ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നു എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. ടെർമിനൽ എൻഡിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി, വേറെ ഒരു ഇഷ്യൂസും വരില്ല. അങ്ങനെ അല്ലാണ്ട് പുറത്തുനിന്നും വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. എന്നാൽ നോക്കുക, ഇതൊരു സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അങ്ങനെ ഒരു ഔട്ട്ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ പോയി കഴിഞ്ഞാലും പ്രോബ്ലം ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം പ്രോബബിലിറ്റി ആണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മെന്റേഴ്സിന് അത് അയച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത് സോൾവ് ചെയ്തിട്ട് അയക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് മാക്സിമം എക്സാമിന്റെ ലാസ്റ്റ് സമയത്തല്ല ഈ പ്രോബ്ലംസ് എന്ന് സോൾവ് ചെയ്യേണ്ടത്. ആദ്യമേ ക്ലാസ് കാണുമ്പോൾ ഒരു പെർട്ടിക്കുലർ ക്ലാസ് നിങ്ങൾ കണ്ട അതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പഠിക്കണം. പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻസ് എന്ന് പറയുന്നത് ആൾജിബ്രൈക് ആൻഡ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഹൈ പ്രോബബിലിറ്റി ആണ്. ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റിന് ഹൈ പ്രോബബിലിറ്റി ആണ്. MVT തിയറത്തിന്റെ വേരിഫിക്കേഷന് ഹൈ പ്രോബബിലിറ്റി ആണുള്ളത്. പിന്നെ വീണ്ടും ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അതിനും ഹൈ പ്രോബബിലിറ്റി ആണ്. പ്രോപ്പർട്ടീസ് ആൻഡ് ഏരിയ ഓഫ് ഇവാലുവേഷൻ ഓൺ A, B ആ ഒരു ഇതിനും ഹൈ പ്രോബബിലിറ്റി ആണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ വെച്ചിട്ട് നോക്കിയാൽ മതി എങ്ങനെയാണെന്നുള്ളത്. ഹൈ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 7 പേപ്പറിൽ 6 തവണയ്ക്ക് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈ പ്രോബബിലിറ്റി ലിസ്റ്റിൽ എടുക്കും. പ്രോബബിലിറ്റി ലിസ്റ്റ് അതായത് ഈ ടേബിൾ നോക്കി നിങ്ങൾ പഠിച്ചാലും മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ഫോം ചെയ്യുക. പ്രയോറിറ്റി ലിസ്റ്റിൽ അതായത് ഹൈ പ്രോബബിലിറ്റി ലിസ്റ്റിലുള്ളത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കാം. മീഡിയം പ്രോബബിലിറ്റി ലിസ്റ്റിലുള്ളത് ജസ്റ്റ് മനസ്സിലാക്കാം, ഓക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാന്നുള്ളത്. പിന്നെ ലോ പ്രോബബിലിറ്റിയിലുള്ളത് എന്താ പറയാ HP എങ്കിലും വായിച്ചിട്ട് പോവാനായിട്ട് നോക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ആ ടോപ്പിക് എന്താണെന്നുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. 3 hourന്റെ പേപ്പറാണ്. മാക്സിമം 100 മാർക്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. ഇനി 8 ക്വസ്റ്റ്യൻസ് ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 2 to 10. 2 to 10 ചോയ്സസ് വരുന്നുണ്ട്. കാൽക്കുലേറ്റർ അലൗഡ് അല്ല. കാൽക്കുലേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഓക്കെ, സോ ഇതിൽ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഫ് F is differentiable at A,
and f is continuous at a. ആണോ, ട്രൂ ആണോ false ആണോ നോക്കുക. ലിമിറ്റ് f of x is equal to L, ലിമിറ്റ് x tends to a, g of x is equal to m, then limit x tends to a, f of x into g of x is equal to L into m. ഇതെല്ലാം തിയറത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ആ തിയറം പഠിച്ചെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ അതിന്റെ എല്ലാ ഫോമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ട്രൂ ഓർ ഫോൾസ് വരുന്നത്. ഇതങ്ങനെ ജെ വരെ ഉണ്ട്. അത് മൊത്തം നിങ്ങൾ ചിലത് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും, ചിലത് ഈ പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി 2 മാർക്കിന്റെ 10 എന്താ പറയാ 2 to 10 എന്ന് പറയുന്നത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ പാർഷ്യൽ ഫ്രാക്ഷൻ സോൾവ് ചെയ്യുക, എന്നിട്ട് ഈ എന്താ പറയാ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുക. ഡയറക്റ്റ് എക്സ് ഈക്വൽ ടു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0/0 ഫോം ആവും. അതല്ല പറയുന്നത്, സെപ്പറേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കാനാണ്. പിന്നെ മാക്ലൂരിയൻ പോളിനോമിയൽ തന്നിട്ടുണ്ട്. ആ മാക്ലൂരിയൻ പോളിനോമിയൽ എഫ് ഓഫ് 0 കണ്ടുപിടിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ ഹൈപ്പോത്തസിസ് കണ്ടുപിടിച്ചിട്ട് അതിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു കൺക്ലൂഷൻ ഇടാൻ പറയാണ് 5 മാർക്സിന്റെ. പിന്നെ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം യൂസ് ചെയ്തിട്ട് ln(x) എന്ന് പറയുന്ന ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഹാസ് റൂട്ട് അറ്റ് 1 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നതാണ്. അതും 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇപ്പൊ നോക്കിപ്പോ 2 മാർക്സ് തൊട്ട് നിങ്ങൾക്ക് 2 പാർട്ട് വരുന്നുണ്ട്. ഈ 2 പാർട്ടും അറിയാവുന്നത് ആദ്യം പോയിട്ട് അറ്റൻഡ് ചെയ്യുക. എനിക്ക് ഇത് നന്നായി അറിയാം, പക്ഷെ ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ 2 പാർട്ടും അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം മാത്രം അറിയുന്നല്ല, 2ഉം അറിയാവുന്നത് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻസ് ഓഫ് ടാൻജന്റ് ആൻഡ് നോർമൽ ടു ദ കർവ് y is equal to x³ minus 2x at x is equal to 1. പിന്നെ if f of x is equal to 5 sin x plus 12 cos x, determine all the local extrema on 0 to pi, 0 2 pi അല്ലെങ്കിൽ 2 pi. ആ ഒരു ഇതില് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ആ ഒരു എക്സ്ട്രീമം പോയിന്റ്. ഇത് ബാക്കി പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ്. 0 to pi മാത്രമേ ഉള്ളൂ. എന്നിട്ട് ക്ലാസിഫൈ ചെയ്യാം, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ നമ്മുടെ സംഭവം ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇന്റഗ്രേഷനും കൂടെ വരുന്നുണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കർവ് ട്രേസിംഗ് ആണ്. ഇന്റർസെപ്റ്റ്സ്, സിമെട്രി, റീജിയൻ, റിയൽ പോയിന്റ്സ്, അങ്ങനത്തെ എല്ലാ പരിപാടിയും നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് in is equal to sin nx dx, in is equal to n-1/n എന്ന് പറയുന്നത് in of n-1 എന്ന് പറയുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ് ഇന്റഗ്രേഷൻ ടേമിന്. പിന്നെ പ്രൂവ് ദാറ്റ് y is equal to e raised to x sin x nth degree derivative satisfies this particular equation. അങ്ങനെ 8th ക്വസ്റ്റ്യൻ. ഇനി 9th ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും ലിമിറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഏരിയ ഓഫ് ഇതിന്റെ കർവ് വരച്ചിട്ട് ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ നമ്മുടെ r is equal to a into 1 plus 2 cos theta എന്ന് പറയുന്നത് അതിന്റെ പോളാർ കോർഡിനേറ്റിൽ ഏരിയ എൻക്ലോസ്ഡ് കണ്ടുപിടിക്കാൻ, പിന്നെ പാരാമെട്രിക് കർവ് ഫോം ചെയ്യാൻ, എന്നിട്ട് ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ ഈ 10 ക്വസ്റ്റ്യന് 8 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ ഇപ്പൊ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കി നല്ല രീതിക്ക്, അപ്പൊ മോഡൽ ആൻസേഴ്സും കൂടി ഉള്ള സ്ഥിതിക്ക് നിങ്ങൾ എഴുതുന്ന ആൻസറും അതും കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. മേക്ക് ഷുവർ ഫൈനൽ ആൻസർ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഒരു എക്സാമിനറിന് മുകളിലോട്ട് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി എങ്കിലും വരുള്ളൂ. അപ്പൊ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്സ് നിങ്ങൾ തെറ്റിച്ചെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം വരില്ല. മേക്ക് ഫൈനൽ ആൻസർ റെഡി. ഫൈനൽ ആൻസർ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ അവർ മുകളിലോട്ട് ചെക്ക് ചെയ്യുള്ളൂ. അല്ലാതെ ഞാൻ ഇത്രയും സ്റ്റെപ്പ് എഴുതി വെച്ചിട്ടും എനിക്ക് മാർക്ക് തന്നില്ല എന്നുള്ള ക്ലെയിമിംഗ് ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പൊ പിന്നെ ഇങ്ങനെയാണ് നിങ്ങൾ ഇത്രയും സ്റ്റെപ്പ് എഴുതി എന്ന് പറയുമ്പോഴത്തേക്കും നോക്കാൻ വേണ്ടി പറ്റുക. അവരിരുന്ന് നോക്കൂലല്ലോ. ഓക്കെ, നിങ്ങൾ 5ാമത്തെ സ്റ്റെപ്പ് വരെ കറക്റ്റ് ചെയ്തു, 6ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് തെറ്റിയതാണ് എന്നുള്ള ഒരു ഇതൊന്നും അത്രയും പേഷ്യൻസ് ഒന്നും നിങ്ങൾ എക്സാമിനറിന്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. സോ എപ്പോഴും ഫൈനൽ ആൻസർ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഓവറോൾ ആയിട്ട് പറയാനുള്ളത്. സോ ഈ ഡിസംബർ 2025 എക്സാം എഴുതാൻ പോകുന്ന എന്റെ എല്ലാ BSc മൾട്ടി ഡിസിപ്ലിനറി അതുപോലെ തന്നെ BSc FMT ലേണേഴ്സിനും ഒരു ഓൾ ദി ബെസ്റ്റ് ഫ്രം മൈ പാർട്ട് ആൻഡ് ലേൺവൈസ്. ഓക്കെ, സോ താങ്ക് യു, ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.